ഹ്യൂമർ എല്ലാ സ്ഥലത്തും. നമ്മൾ ഈ ക്രിഞ്ച് പ്രണയം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ എല്ലാ ഡയലോഗ്സും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. ഫൺ ത്രില്ലർ ആയിരുന്നു. പൈങ്കിളി അത് തന്നെയാണ്. നന്നായിരുന്നു. ആക്ടിങ് സൂപ്പർ ആയിരുന്നു. പൈങ്കിളി കഥ തന്നെയാണ്. പൈങ്കിളി കഥ തന്നെയാണ്. നായകന്റെ സൂപ്പർ സൂപ്പർ ഫിലിം. അടിപൊളിയായിരുന്നു. എടുക്കുന്നില്ല, കോമഡി ആയിരുന്നു ഫുള്ള്. അടിപൊളി പടം. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. നല്ല പടം, സൂപ്പർ. കാണാം, സൂപ്പർ സൂപ്പർ, എല്ലാം കൊള്ളാം. നല്ല പടം, നല്ല പടം. നോർമലി കൊള്ളാം, നല്ലൊരു പടം തന്നെ. ഫുൾ ടൈം ആയിട്ട് ഓക്കെയാണ്, എന്നാലും ആവശ്യത്തിന്റെ അത്ര വരത്തില്ല. ആവശ്യം വേറെ രീതിയല്ലേ. ഇത് ഫുൾ ടൈം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ചെറിയ ഹൈ ആയിട്ട് പോണ മൊമെന്റ് ഒക്കെ ഉണ്ട്. അല്ലാതെ നോർമലി ഓക്കെയാണ്. അങ്ങനെ ഉണ്ട്, പക്ഷെ ചില കോമഡി നമുക്ക് പെട്ടെന്ന് വർക്ക് ആവത്തില്ല. എന്നാലും നോർമലി ഓക്കെയാണ്. വൺ വാച്ച് മൂവി തന്നെയാണ്. വലിയ ഇതായിട്ട് കൊടുത്തിട്ടില്ല അവരത്. പറഞ്ഞ കഥ പറയണ ലൈഫ്. എന്നാലും നോർമലി കൊള്ളാം, നല്ലൊരു പടം തന്നെയാണ്. ജിത്തു മാധവന്റെ അടിപൊളി സംഭവം തന്നെയാണ്. മ്യൂസിക്കായാലും സിനിമാറ്റോഗ്രാഫിയിലും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ആക്ടറും ആക്ട്രസും അടിപൊളി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ചന്ദനാഥായാലും സപ്പോർട്ട് നിൽക്കുന്ന എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ സജിൻ ഗോപു എനിക്ക് എടുത്തെടുത്ത് എത്ര പറയാൻ മതിയാവില്ല. പുള്ളിക്കാരൻ സ്കോർ ചെയ്തു. അനശ്വരി അതുപോലെ തന്നെ. അനശ്വരി സ്ക്രിപ്റ്റ് സെലക്ഷൻ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അനശ്വരി ഇനി ഭാവിയിൽ ഒരുപാട് 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 വലിയ നടിയാവാനുള്ള പഴയ ഓൾറെഡി ആണ്, പക്ഷെ ഇനി സൂപ്പർ സ്റ്റാറിലുള്ള എല്ലാ ഇതുമുണ്ട്. ഫാമിലിക്ക് കണക്ട് ആവുമെന്ന് ചോദിച്ചാൽ ഫാമിലിയെക്കാട്ടി യൂത്തിന് ഒരുപാട് കണക്ട് ആവും. ഫാമിലി ഓറിയന്റഡ് കാര്യം, ഫാമിലി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഫാമിലിയുടെ സംഭവം ടച്ചും എല്ലാം വരുന്നുണ്ട്. ആ ഒരു അച്ഛൻ്റെയും മകൻ്റെയും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഹ്യൂമറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വല്ലാണ്ട് മോശമായിട്ട് പറയാനൊന്നും പറ്റില്ല, എന്നാലും നോർമലി കൊള്ളാം, നല്ലൊരു പടം തന്നെയാണ്. അത് ഓക്കെയാണ്. ഓവർ ആക്ടിങ് ആയിട്ട് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. പൈങ്കിളി ആ ഒരു ഇതിൽ തന്നെ അവർ ചെയ്തിട്ടുള്ള. ഇടയ്ക്ക് കുറച്ച് സീരിയസ് ഉണ്ട്, ബാക്കിയെല്ലാം കോമഡി തന്നെയാണ് ശരിക്കും.